ജീവിതത്തിൽ അവർ ഒരിക്കൽ പോലും തഖ്വ എന്ന് പറയുന്ന കൈമുതൽ, ആ തഖ്വ എന്ന് പറയുന്ന സമ്പത്തിനെ കൈവിട്ടവരല്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ടല്ലോ, ലോകത്തോട്ട് കടന്നു വന്ന 1,24,000-ൽ പരം പ്രവാചകന്മാരുണ്ടല്ലോ, മുർസലുകളുണ്ടല്ലോ. അവരെല്ലാവരും ഈ ഭൂമി ലോകത്തോട്ട് കടന്നു വന്നത് എന്തിനാണ്? അല്ലാഹു അവരെയൊക്കെ ഈ ഭൂമിയുടെ തൊലിക്കു പുറത്തേക്ക് അയച്ചത് എന്തിനെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഇത് നമ്മോട് പറയുന്നുണ്ടല്ലോ, വലഖദ് വസ്വൈനല്ലദീന ഊതുൽ കിതാബ് മിൻ ഖബ്ലികും വഇയ്യാകും അൻ തഖുല്ലാഹ്. അതേ സഹോദരങ്ങളെ, ലോകത്തോട്ട് ഒരുപാട് പ്രവാചകന്മാര് കടന്നു വന്നിരുന്നു. ആ പ്രവാചകന്മാരെല്ലാം പറഞ്ഞത് എന്തെന്നറിയോ? അൻ തഖുല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണേ, നിങ്ങൾ അല്ലാഹുവിനെ അറിയണേ, നിങ്ങൾ അല്ലാഹുവിനെ മനസ്സിലാക്കണേ. തഖ്വയുടെയും ഇലാഹിയത്തിന്റെയും റുബൂബിയ്യത്തിന്റെയും അല്ലാഹുവിനെ മനസ്സിലാക്കുവാനുള്ള വഴികളിലൂടെ നിങ്ങൾ സഞ്ചരിക്കണേ എന്ന് ലോകത്തോട്ട് പറഞ്ഞു കൊടുക്കാനാണ് അംബിയ മുർസലുകൾ വന്നത്. അതേ, നമുക്ക് മുമ്പ് ഒരുപാട് കാലഘട്ടക്കാര് കടന്നു പോയിട്ടുണ്ട്. അതേ, നമ്മളല്ല ആദ്യമായിട്ട് ഈ ദുനിയാവിൽ വന്നവര്. നമുക്ക് മുമ്പ് ഒരുപാട് സമൂഹങ്ങള്, സമുദായങ്ങള് കടന്നു പോയിട്ടുണ്ട്. അല്ലാഹു പറയാ അവരോടല്ല അല്ലാഹു പറഞ്ഞത്, തഖ്വ വേണേ മുസ്ലിമേ, തഖ്വ വേണേ സഹോദര സഹോദരിമാരെ. എന്താണ് തഖ്വ എന്നറിയോ? തഖ്വ എന്താണെന്ന് നമ്മൾ പഠിക്കണം. അല്ലാഹു നമുക്ക് പഠിക്കാൻ തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. തഖ്വ എന്താണ് നമ്മൾ അറിയണം.